ഗാസയിൽ ഹമാസിന് നേരെ നടത്തിയ സൈനിക നടപടിക്ക് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഹമാസിനാണെന്നും ഇസ്രായേലിന്റെ ക്ഷമ പരിശോധിച്ച ഹമാസ് വിളിച്ചു വരുത്തിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത നെതന്യാഹു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം ഹമാസിനാണ്. അവർ നമ്മുടെ പട്ടണങ്ങളെ ആക്രമിച്ചു, ഇസ്രായേൽ പൗരന്മാരെ കൊലപ്പെടുത്തി, നമ്മുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, പ്രിയപ്പെട്ടവരെ തട്ടിക്കൊണ്ടുപോയി. ശേഷം ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഹമാസ് നിരസിച്ചു. വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷവും ഹമാസിന്റെ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 2 ആഴ്ചയിൽ ഒരു സൈനിക നടപടിയും ഇസ്രായേൽ കൈക്കൊണ്ടില്ല. പക്ഷേ ഹമാസ് അവരുടെ നിലപാടിൽ നിന്നും മാറുവാൻ തയ്യാറായില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചെങ്കിലും ഹമാസ് അതൊക്കെ പൂർണ്ണമായും നിരസിച്ചു. അതുകൊണ്ടാണ് ഹമാസിനെതിരെ സൈനിക നടപടികളിലേക്ക് കടക്കാൻ അനുമതി നൽകിയത്. പലസ്തീൻ പൗരന്മാരല്ല തങ്ങളുടെ ലക്ഷ്യം. ഹമാസ് ഭീകരരെയും അവരുടെ താവളങ്ങളുമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. പലസ്തീനികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്ന ഹമാസാണ് സാധാരണക്കാരുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദികളെന്നും ബെഞ്ചമിൻ നെതന്യാഹു കുറ്റപ്പെടുത്തി. പലസ്തീൻ പൗരന്മാർ ഹമാസ് ഭീകരരുമായുള്ള ബന്ധം ഒഴിവാക്കണം, ഹമാസ് താവളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് സുരക്ഷിത മേഖലകളിലേക്ക് പോകണമെന്നും നെതന്യാഹു ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇസ്രായേലിനുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുവാനും നെതന്യാഹു മറന്നില്ല. അമേരിക്കയുമായുള്ള തങ്ങളുടെ സഖ്യത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇസ്രായേലിനെ വിമർശിക്കുന്നവരോട് തീവ്രവാദികൾ നിങ്ങളുടെ കുട്ടികളെ കൊലപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോകുകയും മാനഭംഗപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന ചോദ്യവും അദ്ദേഹം സമൂഹത്തോട് ചോദിച്ചു. ഇസ്രായേൽ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെ നിങ്ങളും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തിന്മയുടെ മുമ്പിൽ സ്വതന്ത്ര സമൂഹങ്ങൾക്ക് പോരാടുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേൽ ഈ യുദ്ധം ചെയ്യുമെന്നും ഇതിൽ വിജയിക്കുമെന്നും ബന്ദികളെ തിരികെ കൊണ്ടുവരുമെന്നും ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കുമെന്നും ലോകമെമ്പാടുമുള്ള ഇസ്രായേലിനെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹം വാക്കു നൽകുന്നു. ഈ സുപ്രധാന നേട്ടങ്ങൾ കൈവരിക്കുന്നതുവരെ തങ്ങൾ പിന്നോട്ടില്ലെന്നും ഇസ്രായേലിന് സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും ഭാവി ഉണ്ടാകുന്നതുവരെ തങ്ങൾ വിശ്രമിക്കില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.